ഹേ ഗൈസ്, പണി കിട്ടിയിരിക്കുകയാണ്. ഗ്രീൻ സ്ക്രീൻ നമുക്കും കിട്ടി. ഗ്രീൻ സ്ക്രീൻ ഇതിനു മുമ്പ് ഗ്രീൻ സ്ക്രീൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വരാതിരിക്കാൻ എങ്ങനെ ചെയ്യണം. പക്ഷേ ഞാനും പരമാവധി ശ്രമിച്ചു, പക്ഷേ എനിക്കും കിട്ടി. സങ്കടം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കാണുമ്പോൾ അറിയാൻ പറ്റും. വളരെയധികം ഞാൻ ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ നല്ല വിലയുള്ളൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു കവറും അതോടൊപ്പം തന്നെ ടെമ്പേർഡ് ഒട്ടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഫിലിം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ ഫിലിം സ്ക്രാച്ചസിനുള്ള അത്യാവശ്യം സെൽഫ് ഫീലിംഗ് ഉള്ളൊരു സ്ക്രീനാണ്. ഒരു 250 രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ കിട്ടും. ആ സംഭവം ചെയ്താണ് ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നത്. ഏകദേശം 2 വർഷം 4 മാസം, അതായത് 2 വർഷം 4 മാസം മുമ്പ് ഏകദേശം 1 ലക്ഷം സംതിങ് നമ്മൾ വാങ്ങിച്ചൊരു ഫോണാണ്. മൈജി എന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ഫോൺ പ്രശ്നമായി കഴിഞ്ഞ 1.5-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാനിങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചാർജ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഒരു ലൈനാണ് ആദ്യം വന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അടുത്ത ലൈൻ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ ഏത് സർവീസ് സെൻ്ററാണെന്ന് പറയുന്നില്ല, ഞാൻ സർവീസ് സെൻ്ററെ കോൺടാക്ട് ചെയ്തു. സാംസങ്ങിൻ്റെ കേരളത്തിലുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞത് അവർക്ക് നിലവിൽ ഗ്രീൻ സ്ക്രീൻ മാറി കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറി തരാൻ പറ്റും, അവർക്ക് സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് 2-3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറി. 24,000 മുതൽ 26,000 റേഞ്ചിനിടയ്ക്കുള്ള ഒരു എമൗണ്ടാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്രയും ഫിസിക്കൽ ഡാമേജോ വെള്ളത്തിൽ പോവുകയോ അങ്ങനെ ഒന്നുമില്ല സൂക്ഷിച്ച് നടക്കുന്ന ഒരു ഫോൺ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു പ്രൈമറി ഡിവൈസ് ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോണാണ്, നല്ല മികച്ച ഫോണാണ്. ഞാൻ മോശം ഫോണല്ല, സാംസങ്ങിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് S22 Ultra. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് യൂട്യൂബിൽ കുറേ ആൾക്കാർ ഗ്രീൻ സ്ക്രീൻ വന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട് സാംസങ്ങിൽ നിന്നൊക്കെ. പക്ഷേ എനിക്കൊരു പ്രീവിയസ് അനുഭവമുണ്ട് സാംസങ്ങിൽ നിന്നല്ല, വിവോയിൽ നിന്ന്. ഞാനത് പറയാൻ കാരണം സാംസങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. വിവോയുടെ ഫോണ്, വിവോയുടെ X60 സീരീസ് എന്ന് പറയുന്നത് അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഞാൻ ആമസോണിൽ നിന്നത് പർച്ചേസ് ചെയ്ത് കൊടുത്തു. നല്ല മികച്ചൊരു ഫോണാണ്. പക്ഷേ ഏകദേശം 1 വർഷത്തിനോടടുത്ത ആയപ്പോഴത്തേക്കും ഇതിന് ഈ പറഞ്ഞ പ്രശ്നമുണ്ടായി, ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ ഉണ്ടായി. അദ്ദേഹത്തിന് 2-3 ലൈനൊക്കെ ഗ്രീൻ സ്ക്രീൻ വന്നു. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ശേഷമാണ് അതും വന്നത്. പക്ഷേ വിവോയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമർ കെയർ ഒന്നും വിളിക്കേണ്ടി വന്നില്ല, ഡയറക്റ്റ് ചെന്ന് അവർ ഡിസ്പ്ലേ മാറിക്കൊടുത്തു. എനിക്ക് തോന്നുന്നു കൊടുത്തു 2-3 മണിക്കൂർ കൊണ്ട് അവർ ഡിസ്പ്ലേ മാറിക്കൊടുത്തു. എഗെയിൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഇത് തന്നെ ഉണ്ടായി. അവർ വീണ്ടും പുതിയ ഡിസ്പ്ലേ മാറിക്കൊടുത്തു. ആവശ്യമില്ലാത്ത ക്രൈറ്റീരിയോ ഇൻസ്ട്രക്ഷൻസോ ഒന്നുമില്ല. അവർ ജസ്റ്റ് ചെക്ക് ചെയ്ത് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്നും മാത്രമേ, ഇന്റേണലി എന്തൊരു ഇഷ്യൂ ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. അതുകൊണ്ടല്ല അല്ലെങ്കിൽ ഫിസിക്കൽ ഡാമേജ്, വെള്ളത്തിൽ വീഴുക, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, താഴെ വീഴുക, അങ്ങനെയുള്ള പ്രശ്നം നമുക്കൊരു ഫോൺ കാണുമ്പോൾ അറിയാൻ സാധിക്കും. ചളുക്കവും പ്രശ്നങ്ങളും സ്ക്രാച്ചസും ഒക്കെ കണ്ട് നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 പ്രാവശ്യം ഫ്രീ ആയി ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു, മാറിക്കൊടുത്തു. ഇപ്പം ഇതുവരെ ഒരു കുഴപ്പമില്ല. ഏകദേശം 3 കൊല്ലത്തോളം പുള്ളി 2-2.5-3 കൊല്ലത്തോളം ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ സാംസങ്ങിലേക്ക് അത് ഇത്രയും, അത് അന്ന് 32,000 രൂപ കൊടുത്തിട്ട് ആ വിവോയുടെ ഫോൺ മേടിച്ചത്. പക്ഷേ ഇത് ഇത്രയും വില കൊടുത്തൊരു വാങ്ങിച്ചൊരു ഫോണിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡിസ്പ്ലേക്ക് പറഞ്ഞാൽ ഇത്ര രൂപ തരണം എന്നാണ് പറയുന്നത്. അവസാനം ഇങ്ങനെ യൂട്യൂബിൽ കരുതിയപ്പം കുറേ പേര് സാംസങ്ങിനെ ക്ലെയിം ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ട്വിറ്ററെ കൊണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടായത്. എക്സിൽ കയറിയിട്ട് ഞാൻ എൻ്റെ പോസ്റ്റിലേക്ക് ട്വീറ്റ് ചെയ്തു. അതായത് ഇതിൻ്റെ ഫോട്ടോസും ഈ ഗ്രീൻ സ്ക്രീൻ ഉള്ള ഈ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ട്, ഈ ഗ്രീൻ സ്ക്രീൻ കാണിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഒരു ഫിസിക്കൽ ഡാമേജ് ചെയ്തൊരു ഫോണാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സാംസങ് മൊബൈൽ ഇന്ത്യ അങ്ങനെ കുറേ സാംസങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് ട്വിറ്ററിൽ വന്നു. എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഷെയർ ചെയ്യാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഒരു ഫിസിക്കൽ ഡാമേജ് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് ക്ലെയിം ചെയ്യാമല്ലോ, നമുക്ക് കുറ്റബോധമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതിന്. അപ്പം നമ്മൾ ആ ഒരു കാര്യം കൊടുത്തു, ഡീറ്റെയിൽസ് കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് ഒരു കോൺടാക്റ്റ് കസ്റ്റമർ സാംസങ്ങിൽ നിന്ന് ഒരു കോൾ വന്നു, ഒഫീഷ്യൽസിൽ നിന്ന് കോൾ വന്നു. അവർ ആ സമയത്ത് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ ഹിന്ദി, 2 ലാംഗ്വേജ് അവർക്കുള്ളൂ ആ സമയത്ത്. പിന്നീട് ഞാൻ പറയാം. അപ്പോൾ അവർ വിളിച്ചതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ ഇഷ്യൂ ഉണ്ട്, എൻ്റെ പ്രൈമറി ഡിവൈസാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് കോൾ വരും, മീൻസ് അവരുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കോൾ വരും. ആ കോള് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ ഒന്നുകൂടെ അവർ എൻ്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ID ഒക്കെ അവർ വെരിഫൈ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും എനിക്കൊരു കോൾ വരുന്നു. എന്നോട് പറഞ്ഞത്, സാർ താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു, സാംസങ് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇത്രയും ലോങ് ഉള്ള പ്രൊസീജിയറാണ് പോകുന്നത്. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഇത്ര ലോങ് പ്രൊസീജിയറിലേക്ക് പോകണം. ഒരു ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്യാം അവർക്ക് വേണമെങ്കിൽ സർവീസ് സെൻ്ററുകൾക്കല്ല, പക്ഷെ അവരത് ചെയ്യുന്നില്ല.
നമ്മളിങ്ങനെ കുറേ പ്രോസസ്സിങ്, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് കുറേ പ്രോസസ്സിങ്ങിന് നമ്മൾ തന്നെ പോകേണ്ട അവസ്ഥയിലാണ് പോകുന്നത്. അതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും അവരോട് കോൺടാക്ട് ചെയ്യുന്നു, അവർ സംസാരിക്കുന്നു. എന്നോട് പറഞ്ഞു സാംസങ്ങിൻ്റെ നിയർ ബൈ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോവുക, ഒരു ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ഇൻവോയ്സും നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സാംസങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യം ഇത് ചെക്കിങ് ചെയ്യണം, അതായത് ഇതിന് ഡാമേജ് ഉണ്ടോ, ഇത് ഇൻറ്റേർണലി ഇവർ കുറേ ചെക്കിങ് ഉണ്ട്, ചെയ്യണം, 1.5 മണിക്കൂർ സാർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ 200 സംതിങ് രൂപ, അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് സാംസങ്ങിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള ഒരു ബില്ലാണ്, അതായത് ഈ ചെക്ക് ചെയ്തതിൻ്റെ ബില്ലാണ്. ഏകദേശം എനിക്ക് ചില 236 രൂപ എനിക്ക് അവർ ബില്ല് തന്നു. 1.5 മണിക്കൂർ ചെക്ക് ചെയ്യാൻ. പക്ഷേ 1.5 മണിക്കൂറൊന്നും എടുത്തില്ല, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവർ ചെക്ക് ചെയ്തു. അങ്ങനെ അത് കൊടുത്തു. ചെക്കിങ് ചെയ്തപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ജോബ് കാർഡ് അവർ തന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒരു സാർ അങ്ങനെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ജോബ് കാർഡ് നമ്പർ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി അതും ഇൻവോയ്സും കൂടെ ഞാൻ മെയിൽ ചെയ്ത് കൊടുത്തു. മെയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് അയാൾ വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അദ്ദേഹം വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് വന്ന മെയിൽ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഇതുപോലെ തന്നെ നിങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്, അപ്പം എന്നോട് പറഞ്ഞത് 48 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് എൻ്റെ വെരിഫിക്കേഷൻ്റെ ഫൈനൽ ഡിസിഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ടൈം എടുത്ത് 1-2 ദിവസം കഴിഞ്ഞു. പതുക്കെ ഞാൻ മടുത്തു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. കാരണം സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വില കൊടുത്തൊരു ഫോൺ വാങ്ങിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തോരം കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനി ഒരു ഫോൺ ഇറക്കുന്നു, എന്നാൽ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രീന് കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. OnePlus പോലുള്ള കമ്പനികൾ അത് മനസ്സിലാക്കിയിട്ട് ലൈഫ് ടൈം അവർ ഗ്രീൻ സ്ക്രീൻ പോലത്തെ ഇഷ്യൂസ് വന്നാൽ മാറിക്കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞ പോലെ സാംസങ് പോലത്തെ വലിയ വൻകിട ആപ്പിളിനോട് കിടപിടിക്കുന്ന ബ്രാൻഡിന് എന്തുകൊണ്ട് ഇത്ര പ്രൊസീജിയർ പോകാതെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഫിസിക്കൽ ഡാമേജ് ഇല്ലെങ്കിൽ അല്ലാത്ത ഫോണിൽ ഗ്രീൻ സ്ക്രീൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറിക്കൊടുക്കാൻ തീർച്ചയായിട്ടും റൈറ്റ്സ് ഉണ്ട്. ഇനി ബാക്കിയുള്ള കാലിലേക്ക് അങ്ങനെ വിളിക്കുന്നു. അങ്ങനെ 48 അവർ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ ശേഷം എനിക്ക് ഒഫീഷ്യലി കോൾ വരുന്നു, താങ്കളുടെ ഇത് ഞങ്ങൾ ടെക്നിക്കൽ ടീം മൊത്തം പരിശോധിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ ഞങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്, മീൻസ് നിങ്ങളൊരു 600 സംതിങ് രൂപ നിങ്ങളുടെ ലേബർ ഫീ അടയ്ക്കണം, ബാക്കി 25,000 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒഫീഷ്യലി ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ മെയിൽ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ വന്നിട്ടുണ്ട്. മിക്കവർക്ക് ഇത് ഗ്രീൻ സ്ക്രീൻ മാറിയവർക്ക് അത് അറിയാൻ പറ്റും, സാംസങ്ങിൻ്റെ ഗ്രീൻ സ്ക്രീൻ മാറിയവർക്ക് അറിയാൻ പറ്റും. വന്നു, അത് ഞാൻ നേരെ കിട്ടി. അതിനുശേഷം ഞാൻ നേരെ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലേക്ക് വിളിക്കുന്നു, നമ്മുടെ കേരളത്തിലുള്ള. വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ജോബ് കാർഡ് അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്, അവർ ട്രാക്ക് ചെയ്തിട്ട് പറയാമെന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അപ്രൂവൽ ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഇത് ചെയ്ത് കൊടുക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു മൺഡേയിലേക്കൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ മൺഡേ വെയിറ്റ് ചെയ്ത് ഇന്ന് മൺഡേ വന്നില്ല, മീൻസ് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇന്നൊരു കോൾ വന്നു, ട്യൂസ്ഡേ ഒരു കോൾ വന്നു. ട്യൂസ്ഡേ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം തന്നെ എനിക്ക് കോൾ വന്നു. ഈ സമയം ഇപ്പോൾ കോൾ വന്നപ്പോഴേക്കും എന്നോട് മലയാളത്തിലാണ് സംസാരിച്ചത്. സംസാരിക്കുന്ന കസ്റ്റമർ കെയർ ആണ് കോൾ വന്നത്. ഡീലർ ഇവിടെ നല്ലെന്ന് എനിക്ക് തോന്നുന്നു, 44 കൂട്ടിയിട്ടുള്ള നമ്പർ കാണുന്നത്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത്, സാർ അത് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയേക്കും, എന്നല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇതെൻ്റെ പ്രൈമറി ഡിവൈസാണ്, എൻ്റെ ഡേറ്റാസ്, എൻ്റെ പേഴ്സണൽ ഡേറ്റാസ്, എൻ്റെ ബാങ്കിങ്, സകലമായ കാര്യങ്ങൾ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അത് വർക്ക് തീരുന്ന വരെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്. ഞാൻ ഇത് നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം സേഫ്റ്റിയാണ്, എൻ്റെ ഈ ഫോണിൻ്റെ ഡേറ്റാസ് പോകില്ല, അല്ലെങ്കിൽ ആരും മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്കറിയേണ്ടത് എൻ്റെ പ്രൈമറി ഡിവൈസാണ്, എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് സാംസങ്ങിന് വ്യക്തമായിട്ടുണ്ട്, ഗ്രീൻ സ്ക്രീൻ മാറണം എന്നുള്ളത്. ഇനി ഒഫീഷ്യൽ ഈ സാംസങ് സർവീസ് സെൻറ്ററിൽ ഇപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ തരാം, ഇനി ഇരിക്കുന്ന ഡിസ്പ്ലേ തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി ഇതിന് വേണ്ടി പാർട്സ് ഓർഡർ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്സ് ഓർഡർ ചെയ്തോളൂ, ഫോൺ എനിക്ക് തിരിച്ച് റിട്ടേൺ തരും. പാർട്സ് വന്നു കഴിയുമ്പോൾ ഞാൻ ഫോണുമായിട്ട് വന്ന് നിങ്ങൾക്ക് 2-3 മണിക്കൂർ എനിക്ക് മാറ്റി തന്നാൽ എന്ന് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും ഇതിന് മുമ്പുള്ള ഇവിടുത്തെ ഡീലറോട് അദ്ദേഹം പറഞ്ഞു, സാർ അങ്ങനെ ചെയ്യാൻ നിയമമില്ല. എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ്, ഡിസ്പ്ലേ മാറി ഏകദേശം 2-3 മണിക്കൂർ കൊണ്ടൊക്കെ ഡിസ്പ്ലേ മാറി എടുക്കാൻ പറ്റും. അതിന് നമ്മൾ സർവീസ് ചാർജ് 600 സംതിങ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു, ലേബർ കോസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നു. ഒക്കെ എല്ലാ 600 അല്ല 5000 കൊടുക്കുക, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ആവശ്യമായിപ്പോയി, ഒരു ഫോൺ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഗതികെട്ട് ഇങ്ങനെ പുറകെ നടക്കണം, എന്തും ആയിക്കോട്ടെ. പക്ഷേ അവർ പറയുന്ന നിയമം എനിക്ക് മനസ്സിലാത്തത്, നിങ്ങളിത് ഫോൺ ഇവിടെ സബ്മിറ്റ് ചെയ്യണം, പിന്നെ ചെക്കിങ്, എന്ത് ചെക്കിങ് ആണോ, മൊത്തം ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഇവർക്ക് ഈ ഡിസ്പ്ലേയുടെ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ മാറിയാൽ തീരാൻ പ്രശ്നമേ ഉള്ളൂ. അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് 1 വീക്ക് അല്ലെങ്കിൽ ചിലപ്പം 1 വീക്ക് എടുക്കുക, ചിലപ്പോൾ 10 മുതൽ 12 ദിവസം വരെ എടുക്കാം. ഇവരുടെ പാർട്സ് സ്റ്റോക്കാണ്, നമുക്കിത് മാറിത്തരാൻ ഒരു കുഴപ്പമില്ല. ഒന്ന്, എനിക്കറിയില്ല എൻ്റെ വശങ്ങൾ എന്താണെന്നുള്ളത്. ഞാൻ പറയും എനിക്കത് ബുദ്ധിമുട്ടാവും, കാരണം എനിക്ക് വേറെ ഫോൺ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫോൺ വന്നേക്കാൻ പോകത്തില്ല. ഞാൻ
ഇത് മാക്സിമം ലൈൻ വീഴുന്ന വരെ ഉപയോഗിക്കാം. വേറെ ഫോൺ വാങ്ങിച്ചാൽ പോരെ. 25,000 ഡിസ്പ്ലേക്ക് മുടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 കൊടുത്തു കഴിഞ്ഞാൽ 30 അല്ലെങ്കിൽ OnePlus ഒക്കെ ഒരു 30 റേഞ്ചിലുള്ള ഫോൺ കിട്ടും. നമുക്കതും ഈ പറയുന്ന സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറുള്ള നല്ല അടിപൊളി ഫോൺ കിട്ടും. ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും കിട്ടും. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഇന്നും അവരോട് സംസാരിച്ചു. അതായത് ഇവിടുത്തെ അല്ല, ഒഫീഷ്യൽസിൽ നിന്ന് വിളിച്ചാൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പ്രൈമറി ഡിവൈസാണ്, എനിക്ക് ഞാൻ ഫോണുമായിട്ട് എനിക്ക് അപ്രൂവൽ തന്നാൽ പാർട്സ് ഓർഡർ ചെയ്യൂ, വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയി എനിക്ക് അറ്റ് എ ടൈം എനിക്ക് മാറി തരാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം ഞാൻ ഷോറൂമിൽ. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം ശരിയാവുന്നുള്ളത്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരുപാട് ഡേറ്റാസ് നമുക്കുണ്ട്. പ്രത്യേകിച്ച് ആപ്പിൾ പോലല്ല, ആൻഡ്രോയിഡിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ അതുമല്ല, എനിക്ക് ഒരാഴ്ച ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കുന്നതും നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ഒരുപാട് ഡേറ്റാസ് അയച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, നമ്മുടെ ബിസിനസ് നടക്കുന്നത് വഴിയാണ്. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ഒരു ഡ്രൈവറാണ്. അത് നമ്മൾ ബാക്കപ്പ് ചെയ്യണം. പിന്നെ ഇതാദ്യം വേറൊരു ഫോണിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ വേറെ ഫോണില്ല. ഒന്നാമത്തെ കാര്യം ഡുവൽ സിമ്മാണ്, 2 സിം യൂസ് ചെയ്യുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, നെറ്റ് ബാങ്കിങ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ഫോൺ ഡിസ്പ്ലേ മാറാനായിട്ട് നമുക്ക് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇത് ഒരു 10 ദിവസമൊക്കെ അവിടെ കൊണ്ട് ഷോറൂമിൽ വെക്കണം, അവർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല അത്. നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് ഓൾറെഡി ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ജോബ് കാർഡ് വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവർ ഡയറക്റ്റ് 1.5 മണിക്കൂർ ചെക്ക് ചെയ്തതാണ്. ഇനി എന്താണ് ചെക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് എനിക്കറിയത്തില്ല. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ച് നമ്മൾ ഇപ്പം 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് വാങ്ങുന്ന ആൾക്കാരുടെ ഫോൺ. നമ്മളൊക്കെ ഒരു ഫോൺ വാങ്ങിക്കുന്നത് എന്താണ്, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഫോൺ മേടിക്കുന്നത്. ഇതിൻ്റെ എസ് പെൻ ഒക്കെ വളരെ മികച്ച ഫീച്ചറാണ്. എസ് പെന്നും നമുക്ക് ഒരുപാട് എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ വെർത്താണ്. അത്യാവശ്യം മികച്ച ഓൾറൗണ്ടർ ഫോണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന S22 Ultra. പലപ്പോഴും S23 ഇറങ്ങി, S24 ഇറങ്ങി, S25 ഇറങ്ങിയപ്പോൾ ഇത് ഞാൻ മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് ഈ ഒരു ഫോൺ ഓക്കെയാണ്, ഇനിയും ഇത് മുന്നോട്ട് പോകും. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആണ് ഗ്രീൻ സ്ക്രീൻ വീണത്. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യുവാണ്. എന്താണെങ്കിലും ഞാൻ അവരോട് വീണ്ടും സംസാരിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പാർട്സ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളത് തരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ, എനിക്ക് ഫോൺ തരിക, അല്ലെങ്കിൽ ഞാൻ ഇത് മാറാൻ പോകത്തില്ല. കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വേറൊരു തേർഡ് പാർട്ടിയിലേക്ക് നമ്മൾ മണിക്കൂർ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ള ഫോൺ കൊടുക്കുന്നു. അവിടെ അപ്പോൾ ഡീലർക്ക് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലർമാർക്ക് എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. ഇതിൽ നമുക്കൊന്നും സാധിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടം വളരെ മോശം കാലഘട്ടമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡേറ്റാസ് പല രീതിയിലും എടുക്കുന്നുണ്ട്. അവരെടുക്കുന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ അതൊരിക്കലും റിസ്ക് ആണ്. ഒരു ഫോൺ വാങ്ങിക്കൊടുത്താൽ ഡിസ്പ്ലേ മാറാൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈമറി ഡിവൈസും കൂടാണ്, അതാണ് ഏറ്റവും പ്രശ്നം. വേറൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കൊടുക്കാം, അതിലേക്ക് സാംസങ്ങിന് തന്നെയാണ് നമുക്ക് എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ നമുക്ക് വേറൊരു ഫോണില്ല, ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. എനിവേ ഇപ്പം ദിവസങ്ങൾ ഏകദേശം 2 ആഴ്ചയോളമായി ഗ്രീൻ സ്ക്രീനിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. ഏതായാലും എൻ്റെ ഫോണിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഫോണാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ കൊണ്ടു നടക്കുന്ന ഫോണാണ്, ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഫോണാണ്. എന്നിട്ടും നമ്മളിങ്ങനെ നമ്മൾ ഇത്രയും കാശ് മുടക്കിയിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ പ്രൊസീജിയറിൽ കുരുങ്ങിക്കിടക്കുവാണ്. അതായത് ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടി ഇവരുടെ എന്തൊക്കെ പ്രൊസീജിയർ നമ്മൾ കാണണം, അതാണ് ഇതിലും നല്ലത് പോയിട്ട് ഡിസ്പ്ലേ പോയി മാറുന്നതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് നമ്മൾ കാശ് മുടക്കി ഡിസ്പ്ലേ മാറുക, ഏതായാലും പെട്ടു, അപ്പോൾ പിന്നെ ഡിസ്പ്ലേ മാറുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിവേ സാംസങ്ങിൻ്റെ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ സാംസങ് എന്നെങ്കിലും ഇങ്ങനത്തെ ലോങ് പ്രൊസീജിയർ മാറ്റിയിട്ട് നമ്മൾ എത്ര പ്രാവശ്യം മെയിൽ ചെയ്യണം, എത്രയോ പ്രാവശ്യം സംസാരിക്കണം, എത്ര പേരോട് സംസാരിക്കണം. ഈ വിവോയൊക്കെ സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു മാതൃകയാണ്. എനിക്കത് വിവോയോ OnePlus ഒക്കെ ഒരേ ഇതിൻ്റെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വിവോ OnePlusഉം ഒക്കെ ആ ഒരു ഇതിലേക്ക് വന്നു. അതായത് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയാൽ മതി നേരിട്ട്. അവരത് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ, ഡാമേജ് ഇല്ലെങ്കിൽ അവർ മാറി കൊടുക്കുന്നുണ്ട്. എന്നാൽ അഥവാ ഇനി ഡിസ്പ്ലേ സ്റ്റോക്കില്ലെങ്കിൽ അവർ ഇന്ന ദിവസം വരാൻ പറയും, നമ്മൾ ചെല്ലുക. ആ സമയത്ത് അവർ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് ഡിസ്പ്ലേ മാറിയെടുക്കും. ഒരു കസ്റ്റമർ സർവീസ് ഉണ്ട്. ഞാൻ സാംസങ്ങിൻ്റെ ഒഫീഷ്യലിനെ കുറ്റം പറയില്ല, അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പ്രൊസീജിയർ ഇങ്ങനെ വളഞ്ഞു ചുറ്റിയിട്ടുള്ള പരിപാടി വിട്ടിട്ട് എന്തുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട്, അതായത് ഒരു സർവീസ് സെൻറ്ററിൽ ചെല്ലുന്നു, ഇവർക്ക് ഒഫീഷ്യലി കൊടുക്കാം, ഇവിടുത്തെ സർവീസ് സെൻറ്റർ എല്ലാ സർവീസ് സെൻറ്ററിലും കൊടുക്കാം, ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര രൂപ 600 രൂപ അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് വാങ്ങിച്ചിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരാൻ പ്രശ്നമുള്ളൂ. സർവീസ് സെൻറ്ററുകാർക്ക് ഇതും ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും മെഷീനറീസും ഒക്കെ ഉണ്ട്. ചെക്ക് ചെയ്യാം, 1.5 മണിക്കൂറാണ് അത് ചെക്കിങ് സമയം എടുക്കുന്നത്. ചെക്ക് ചെയ്തതിന് സാമാന്യ ബോധത്തിലും നമുക്ക് ഇങ്ങനെ ഒരു ഫോൺ നമ്മളിപ്പം ഈ കവർ ഊരിയിട്ട് നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോണ് വളരെ കാശ് മുടക്കി നമുക്ക് തന്നെ പണി നമ്മൾ മേടിക്കുന്ന പരിപാടിയാണ്. പോട്ടെ, നമ്മൾ എറിഞ്ഞും തലിഞ്ഞും അങ്ങനെ നശിപ്പിക്കുന്ന ഒരു ഫോണാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വീണു, ഡിസ്പ്ലേയിൽ എന്താ സ്ക്രാച്ചസും പൊട്ടലൊക്കെ വരും, ചളുങ്ങാം സൈഡ് വശം, ഇതൊന്നുമില്ല. സോ
വെയിറ്റ് ആൻഡ് സി എന്നാണ് കൊണ്ടൊരു അപ്ഡേഷൻ അയക്കാം. ഗ്രീൻ സ്ക്രീൻ മാക്സിമം നിങ്ങൾ എനിക്ക് തോന്നുന്നു വൺ പ്ലസ് ഒക്കെ ഇപ്പോഴും വലിയ കുഴപ്പമില്ല. വൺ പ്ലസിനൊക്കെ ഇപ്പോൾ റീപ്ലേസ്മെന്റ് ഫുൾ ഉണ്ട്. വിവോയ്ക്കും അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഫോണുകളിലേക്കൊക്കെ ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ ഇപ്പം പൊതുവായി വന്നോട്ടേ. സാംസങ്ങിന് പണ്ട് കുറവായിരുന്നു. ഇപ്പോൾ സാംസങ്ങിനുമായി വൺ പ്ലസ് ആയിരുന്നു ഇതിന് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. വിവോയ്ക്ക് വന്നു. ഇപ്പം ഈ പറഞ്ഞ ആപ്പിളിന് ഇടയ്ക്കൊക്കെ അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. പക്ഷേ സാംസങ്ങിന് ഇങ്ങനെ വന്ന് നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ സങ്കടമാണ് ഈ പറയുന്നത്. എനിവേ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഗ്രീൻ സ്ക്രീൻ ആർക്കും വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതും പെട്ടെന്ന് ക്ലെയിം ആകുന്നത് ഏതെങ്കിലും കമ്പനി നമ്മളൊരു ഏതായാലും ഞാൻ ഇനിയിപ്പം എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. ഇനിയിപ്പം വേറെ നമുക്ക് ഇങ്ങനെയുള്ള പുറകെ നടക്കാൻ സമയമില്ലാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന കുറേ കമ്പനികളും കുറേ കമ്പനിക്കാരുടെ സ്റ്റാഫുകളും എനിക്കറിയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എമിൽ സൈനിങ് ഓഫ്.